നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ദേശീയ മത്സ്യ കർഷക ദിനത്തോടനുബന്ധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷക സംഗമം സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ P ആന്റണി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടെസി ഫ്രാൻസിസ്, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ EK സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ പങ്കെടുത്തു. മികച്ച മത്സ്യ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. നയന പ്രസാദ്, TM ജോസ്, ഹസൻ, VA സെബാസ്റ്റ്യൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മത്സ്യദിനാചരണത്തിന്റെ പ്രാധാന്യവും രാജ്യത്തെ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കാർപ്പ് മത്സ്യങ്ങളിലെ പ്രേരിത പ്രജനന പ്രക്രിയ വികസിപ്പിച്ചെടുത്ത ഡോക്ടർ ഹീരലാൽ ചൌധരി, പ്രൊഫസർ KH അലിക്കുഞ്ഞി എന്നിവരുടെ പ്രവർത്തനങ്ങളെയും ഗവേഷണങ്ങളെയും കുറിച്ച് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് വിശദീകരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 5ാം വാർഡിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് മേറ്റ്മാരായ ഗ്രേസി വർഗീസ്, ജിനി ജെയ്സൺ, സിജി ജോബോയ്, ആശാവർക്കർമാരായ ലൈല ബഷീർ, സുലോചന അശോകൻ, നാട്ടുകാരായ ബാബു പുതിയമഠം, സുരേന്ദ്രൻ നമ്പളൻ, ബൈജു പള്ളിപ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യാത്രക്കാർക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ റോഡുകളിലെയും പൊന്തക്കാടുകളും വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമുള്ള വലിയ കാനകളും സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ഗ്രാമ മന്ദിരവും പരിസരവും വായനശാല പരിസരവും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വൃത്തിയാക്കി. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ ക്ലോറിനേഷനും ശുചിത്വ നിർദ്ദേശങ്ങളും നൽകി. മുരിക്കുങ്ങൽ 5ാം വാർഡിൽ ശുചിത്വത്തിന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചും പിന്നെ കുറച്ച് ഫണ്ട് കണ്ടെത്തിയും കൂടി നമ്മുടെ വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും റോഡിൽ വളർന്നു വരുന്ന വലിയ കാടുകളൊക്കെ വെട്ടി ശുചീകരിച്ചു. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 പുല്ല് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരുടെയും സഹകരണത്തോടെ അതുപോലെ തന്നെ ആശാവർക്കർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് VS ചികിത്സയിൽ കഴിയുന്നത്. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇടവിട്ട് നൽകിവരുന്ന ഡയാലിസിസ് ശാരീരിക അവസ്ഥ കണക്കിലെടുത്ത് ഇടയ്ക്ക് നിർത്തിവെക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിലെത്തി സ്ഥിതി വിലയിരുത്തിയിരുന്നു. നൽകിവരുന്ന ചികിത്സകൾ തന്നെ തുടരാനാണ് നിർദ്ദേശം. ആരോഗ്യമേഖലയെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ചും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റി വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC വൈസ് പ്രസിഡന്റ് ഷിജു വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ്, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ, ഡേവിസ് അക്കര, EA ഓമന, ആൻഡ്രൂസ് കണ്ണമ്പുഴ, സന്ദീപ് കണിയത്ത, ഔസിഫ്, KV പുഷ്പാകരൻ, സനൽ മഞ്ഞളി, പ്രീജ നായർ, K കൃഷ്ണൻകുട്ടി, ജോസ് പ്രകാശ്, ചന്ദ്രൻ പുതിയേടത്ത, പിൻഡോ മഞ്ഞളി, CM ആലിക്കുട്ടി, വാസുദേവൻ, PT ബെന്നി, ജോജോ പിണ്ടിയാൻ, P ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രീജ, അളപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ, വരന്തപ്പള്ളി കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് EA ഓമന, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സന്ദീപ് ഗണേഷ്, അതുപോലെ തന്നെ നെന്മണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഔസേഫ് നെന്മണിക്കര അടക്കമുള്ള ബ്ലോക്ക് ഭാരവാഹികളെ, സ്നേഹമുള്ള മണ്ഡലം ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ധർണ ഇവിടെ നിന്ന് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആരോഗ്യ മേഖല തകർന്ന് തരിപ്പടമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ ബാർ പരിസരത്ത് ഓട്ടോറിക്ഷ പിന്നിലേക്ക് എടുക്കുന്നത് കണ്ട് നോക്കി ചിരിച്ചതിലുള്ള വൈരാഗ്യത്തിൽ 2 യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കല്ലൂർ കോട്ടായി ചിങ്ങിനിക്കാടൻ 38 വയസ്സുള്ള ഡെന്നീസ്, ഓട്ടോയുടെ പുറകിലുണ്ടായിരുന്ന കല്ലൂർ പാലക്കപ്പറമ്പ് കോന്നത്ത് പറമ്പിൽ 37 വയസ്സുള്ള രജീഷ് എന്നിവരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടണ്ണാത്ര സ്വദേശി അഭിരാം, കല്ലൂർ സ്വദേശി നിതിൻ എന്നിവരെയാണ് ചൊവ്വാഴ്ച ആക്രമിക്കപ്പെട്ടത്. പ്രതികളായ ഡെന്നിസിനെയും രജീഷിനെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. പ്രതികൾക്കെതിരെ മുൻപും കേസുകളുണ്ട്. ഡെന്നിസിനെതിരെ പുതുക്കാട്, വരന്തരപ്പിള്ളി, ഒല്ലൂർ, പേരാമംഗലം, വിയ്യൂർ പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമം, അടിപിടി കേസുകൾ, കവർച്ച കേസുകൾ, ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസ്, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസ് എന്നിവയുമുണ്ട്. രജീഷ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം മഹേന്ദ്ര സിംഹൻ, SI N പ്രദീപ്, CPOമാരായ ഷമീർ, ഫൈസൽ, CPO കിഷോർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അച്ഛനെ ആക്രമിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. വരന്തരപ്പിള്ളിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാത്തതിലുള്ള വൈരാഗ്യത്തിൽ അച്ഛനെ ആക്രമിച്ച കേസിൽ മകൻ അമ്മുക്കുളം സ്വദേശി കറമ്പൻ വീട്ടിൽ 39 വയസ്സുള്ള ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നിച്ച് താമസിച്ചിരുന്ന അച്ഛൻ 73 വയസ്സുള്ള അന്തോണിയെയാണ് ബിജു ആക്രമിച്ചത്. കഴിഞ്ഞ മാസം 13-നായിരുന്നു സംഭവം. ബിജു വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ 2005-ൽ വീടു കയറി ആക്രമണം നടത്തിയ കേസിലും പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN മനോജ്, SI അലി, സീനിയർ CPO സജീവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുരിക്കുങ്ങൽ താളൂപ്പാടം മുപ്ലി റോഡിൽ അമിതഭാരം കയറ്റിവന്ന തടിലോറികൾ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും ചേർന്ന് തടഞ്ഞു. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. പോലീസ് എത്തി നടപടികൾ എടുക്കുന്നതുവരെ അധികഭാരം കയറ്റി രാത്രിയുടെ മറവിൽ പോകുന്ന ലോറികൾ 1 മണിക്കൂർ റോഡിൽ തടഞ്ഞിടുകയായിരുന്നു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പന്റെ നേതൃത്വത്തിലാണ് ലോറി നാട്ടുകാർ തടഞ്ഞത്. 8 ടൺ ഭാരപരിധിയിലുള്ള റോഡിലാണ് 25 ടൺ ഭാരത്തിലധികം കയറ്റി വാഹനങ്ങൾ പോകുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അമിതഭാരം കയറ്റി വന്ന ലോറി റോഡിലൂടെ കടന്നു പോകുമ്പോൾ സർവീസ് വയറും കേബിളുകളും തകർക്കുകയാണെന്നും പരാതി ഉയരുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റിലും പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നതായും നടപടികൾ വൈകിയപ്പോഴാണ് റോഡിൽ വാഹനങ്ങൾ തടഞ്ഞതെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. വെള്ളിക്കുളങ്ങര CI K കൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാരായ ബേബി കണ്ണമ്പടത്തി, ജയൻ ചാണാശ്ശേരി, ടോമി പടിഞ്ഞാറൻകാരൻ, ജിനു തുളുവത്ത്, രാജപ്പൻ പാപ്പാത്ത്, പൗലോസ് ആരോദ, ജിജോ പടിഞ്ഞാറൻകാരൻ, ഡേവിസ് കണ്ണൂക്കാടൻ, ബൈജു പള്ളിപ്പാടൻ എന്നിവർ നേതൃത്വം നൽകി. മുപ്ലി റോഡ് തകർത്ത് ഇതുപോലെ ഭാരവാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഒരു ദിവസം ഇവിടെ റോഡ് ഉപരോധിച്ച് അതുപോലെ തന്നെ വണ്ടി തടഞ്ഞുകൊണ്ട് CI അടക്കം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം, പഞ്ചായത്ത് അധികാരികളടക്കം ഈ വിവരം രേഖാമൂലം അറിയിച്ചാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു നിസ്സംഗതാഭാവത്തോടുകൂടി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവര് മരം കൊണ്ടുപോയാണ്. അധികാരികളൊന്നും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം ഈ പരിസരത്തുണ്ടായി. ഈ നാട്ടുകാർ കണ്ടതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും അതിന് നമ്മളെ വിളിപ്പിക്കുകയോ അതിനൊരു മറുപടി പറയുകയോ അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂറായി ഈ റോഡിൽ ഈ വണ്ടി ഇവിടെ നാട്ടുകാരിവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിൽ വീട് തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുണ്ടേപ്പറമ്പിൽ സജിയുടെ വീടാണ് തകർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സജിയുടെ ഭാര്യ ബിനിതയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചുമരുകൾക്ക് ചിന്നൽ സംഭവിച്ചിട്ടുണ്ട്. KK രാമചന്ദ്രൻ MLA, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. പുലർച്ചെ 2 മണിക്കാണ് വീട് വീണത്. ഈ കുണ്ടേപ്പറമ്പിൽ സജിയാണ് താമസിക്കുന്നത്.
സജിയും ഭാര്യയും 2 മക്കളും. ഒരു 20-22 വർഷമായി എൻ്റെ വീട് പഴക്കം. അപ്പം അത് ഈ ഇന്നലത്തെ മഴയ്ക്കാണ് കൂടുതലായിട്ട് തകർന്ന് വീണേക്കുന്നത്. പാവപ്പെട്ട കുടുംബമാണ്. മേൽഗതികൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നും മറ്റ് ബന്ധപ്പെട്ട ആളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,040 രൂപയും പവന് 72,320 രൂപയും രേഖപ്പെടുത്തി. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.